Today our topic is comfort conditions. അപ്പോൾ ഈ കംഫർട്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് എയർ കണ്ടീഷനിങ് എന്താണ്, എയർ കണ്ടീഷനിങ് എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ അതിനു മുമ്പായി ആദ്യം കംഫർട്ട് എന്താണെന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ നമ്മളൊരു റൂം എടുക്കുന്നു, ആ റൂമിനകത്ത് എയറുണ്ട്. ആ എയറിനൊരു പർട്ടിക്കുലർ ഡ്രൈവബിൾ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഹ്യൂമിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എനിവേ, നമുക്ക് ആദ്യത്തെ ഒരു കേസ് എടുക്കാം. ആ റൂമിനകത്തെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഹ്യൂമൻസ് അതിനകത്ത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഹ്യൂമൻസിന് ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഒട്ടും കംഫർട്ട് കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു കേസ് എടുക്കാം. ആ റൂമിനകത്തെ ടെമ്പറേച്ചർ വളരെ ലോ ആണ്. മീൻസ് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും കംഫർട്ട് കിട്ടില്ല. അപ്പോൾ ആ റൂമിനകത്തെ എയറിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ വാല്യൂ, മീൻസ് ഹ്യൂമൻസിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് എങ്കിൽ, ആ ഒരു ടെമ്പറേച്ചറിലുള്ള എയർ ആണ് റൂമിനകത്തെങ്കിൽ കംഫർട്ടായിരിക്കും. ഇനി അപ്പോൾ ടെമ്പറേച്ചർ ഈ കംഫർട്ടിന് ഒരു കാരണക്കാരനാണ്. ഇനി ഇതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി. ഇപ്പം നമ്മൾ റൂമിനകത്തുള്ള ആ എയറിനകത്തെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ് എന്ന് കരുതുക. അങ്ങനെ വന്നാൽ അത് ഡിസ്കംഫർട്ടിന് കാരണമാകും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി തീരെ കുറവാണെങ്കിലും ഡിസ്കംഫർട്ടിന് കാരണമാകും. അപ്പോൾ ഒരു ഒപ്റ്റിമം ഹ്യൂമിഡിറ്റിയും ആവശ്യമാണ്. അപ്പോൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും, റൂമിനകത്തുള്ള എയറിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കംഫർട്ടിൻ്റെ കാരണക്കാരാണ്. ഇനി അതുപോലെ തന്നെയാണ് എയറിൻ്റെ സ്മെല്ല്. നമുക്കറിയാം, നമ്മളിരിക്കുന്ന റൂമിനകത്തെ എയർ വളരെ ബാഡ് സ്മെല്ലാണെങ്കിൽ ആ റൂമിൽ നമുക്ക് കംഫർട്ട് കിട്ടില്ല. അപ്പോൾ എയറിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഫ്രഷ്നെസ്, ഇതൊക്കെ കംഫർട്ടിനെ ആശ്രയിച്ചിരിക്കും. ഇത്തരത്തിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ റൂമിനകത്തുള്ള എയറിൻ്റെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ, പ്രോപ്പർട്ടീസുകൾ അല്ലെങ്കിൽ ഫ്രഷ്നെസ്, അതുപോലെ തന്നെ സ്മെല്ല് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ കംഫർട്ടിനെ ആശ്രയിക്കും. മീൻസ് അതെല്ലാം ഏറ്റവും ബെസ്റ്റ് രീതിയിലാണ് എങ്കിൽ ഏറ്റവും നല്ല കംഫർട്ട് കിട്ടും. അതായത് ടെമ്പറേച്ചർ ഒപ്റ്റിമം ആയിരിക്കണം, ഹ്യൂമിഡിറ്റി ഒപ്റ്റിമം ആയിരിക്കണം, എയറിൻ്റെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ അത് അതിൻ്റെ സ്മെല്ല് ഒപ്റ്റിമം ആയിരിക്കണം, നല്ല സ്മെല്ലായിരിക്കണം. അതുപോലെ തന്നെ എയറിൻ്റെ മൂവ്മെൻറ്റ്, ഇപ്പം റൂമിനകത്ത് എയറിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര വെലോസിറ്റിയാണ് എയറിനെങ്കിൽ നമുക്കതൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങി കുറേ കാര്യങ്ങൾ കംഫർട്ടിനെ ആശ്രയിക്കുന്നു. സോ ഒരു ബെസ്റ്റ്, അതായത് ഹ്യൂമൻസിന് കംഫർട്ട് എന്ന് പറയുമ്പോൾ ആ റൂമിൽ സ്റ്റേ ചെയ്യാൻ തോന്നുന്നു, ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ കംഫർട്ട്നെസ് ആരൊക്കെയാണ് തരുന്നത്? ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയറിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങി ഒരുപാട് ഫാക്ടേഴ്സാണ് ഒരു കംഫർട്ടിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. ഇനി അതുമാത്രമല്ല, നമ്മൾ റൂം എടുത്തു, ആ റൂമിനകത്ത് ഒരുപാട് പേരുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു തിയേറ്റർ തന്നെ എടുക്കാം. ആ തിയേറ്ററിനകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരുപാട് പേരുടെ ബോഡിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എയർ കണ്ടീഷൻ സിസ്റ്റം, ആ എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് ഈ ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻസ് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്ന് കരുതുക. മീൻസ് എയർ കണ്ടീഷൻ സിസ്റ്റം എത്ര എഫക്റ്റീവ് അല്ല എന്ന് കരുതുക എന്തെങ്കിലും കാരണത്താൽ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? റൂമിലെ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് ഡിസ്കംഫർട്ടിന് കാരണമാകും. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഈ കംഫർട്ട് എന്ന് പറയുന്ന കാര്യത്തിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ആ വാക്കിൽ തന്നെ ഒരു കാര്യമുണ്ട്, കണ്ടീഷൻ ചെയ്യുന്നു എയറിനെ. 2 കാര്യങ്ങൾക്കായി കണ്ടീഷൻ ചെയ്യുന്നു. ഒന്ന് ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി കണ്ടീഷൻ ചെയ്യുന്നു, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി കണ്ടീഷൻ ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഹ്യൂമൻ കംഫർട്ടാണ്. അപ്പോൾ
നമ്മൾ റൂമിനകത്ത് ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം ഉണ്ട്. ആ എയർ കണ്ടീഷൻ സിസ്റ്റം നമുക്ക് കംഫർട്ടായിട്ടുള്ള കണ്ടീഷൻ ചെയ്ത എയറിനെ വേണം സപ്ലൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ ഒരു 11 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അതൊരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. ഇനി അതല്ല, റൂമിനകത്തെ ലോബിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ 31, 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പം അത് ഡിസ്കംഫർട്ടിന് കാരണമാകും. സോ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലുള്ള എയർ, ഒപ്റ്റിമം ഹ്യൂമിഡിറ്റിയിലുള്ള എയർ, കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ മോഷനുള്ള എയർ, ക്ലീൻ ആയിട്ടുള്ള, ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, അതുപോലെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ലൊരു എയർ ആ റൂമിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഹ്യൂമൻ കംഫർട്ടിന് കാരണമാകുന്നു. അപ്പോൾ ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുമ്പോൾ ആ എയർ കണ്ടീഷൻ സിസ്റ്റം ഹ്യൂമൻസിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആർട്ടിഫിഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ആ എയർ കണ്ടീഷൻ സിസ്റ്റം ഒരു റൂമിൽ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ആ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പോൾ കംഫർട്ട് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസിന് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് വേണം. ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ടുഡേ മോഡേൺ എയർ കണ്ടീഷൻ സിസ്റ്റംസ് ക്യാൻ ഹീറ്റ്, കൂൾ, ഹ്യൂമിഡിഫൈ, ഡീഹ്യൂമിഡിഫൈ, ക്ലീൻ ആൻഡ് ഈവൻ ഡിയോഡറൈസ് ദ എയർ. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് എയറിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും, എയറിനെ കൂൾ ചെയ്യാൻ പറ്റും, എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യാൻ പറ്റും, ഡീഹ്യൂമിഡിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ ക്ലീൻ ആക്കാൻ പറ്റും, ഫിൽട്ടർ ചെയ്യാൻ പറ്റും, നല്ല സ്മെല്ല് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഹ്യൂമൻസിന് കംഫർട്ട് കിട്ടുന്ന ഒരു ആർട്ടിഫിഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക റൂമിനകത്ത്. അതിനുവേണ്ടിയാണ് ഈ എയർ കണ്ടീഷൻ സിസ്റ്റം വർക്ക് ചെയ്യുക. കാരണം അത്തരത്തിലൊരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യുക, അതാണ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ പർപ്പസ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ പറയുന്നത് എയർ കണ്ടീഷനിങ്. എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. എങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു? ഹ്യൂമന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന രീതിയിലേക്ക് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, കണ്ടീഷൻ ദ എയർ ടു പീപ്പിൾസ് ഡിസയർ. അതായത് റൂമിനകത്തുള്ള പീപ്പിള് അല്ലെങ്കിൽ ഹ്യൂമൻസ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റബിൾ ആകുന്ന ഒരു കംഫർട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. അങ്ങനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ, ഇപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും. ഇനി ആംബിയൻ ടെമ്പറേച്ചർ വളരെ ഹ്യൂമിഡിറ്റി കൂടിയതാണെങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെ ഹ്യൂമിഡിറ്റി കുറയ്ക്കേണ്ടി വരും. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും കണ്ടീഷൻ ചെയ്ത് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യേണ്ടത് വരും. അതാണ് എയർ കണ്ടീഷനിങ്ങിൻ്റെ ഡ്യൂട്ടി. എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആർ ഡിസൈൻഡ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. കാരണം ഹ്യൂമൻ ബോഡിയാണ് ഒരു സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ ആ ഹ്യൂമൻ ബോഡി ഏറ്റവും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന കണ്ടീഷൻസ് അതൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. Therefore, it is essential that we understand the thermodynamic aspects of the body. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയാണ് റൂമിനകത്ത് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ആ ബോഡിയെക്കുറിച്ച് ആദ്യം പഠിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു തിയേറ്റർ എടുക്കുകയാണെങ്കിൽ ആ തിയേറ്ററിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പം ആ ഒരുപാട് ആൾക്കാരുള്ള സ്ഥിതിക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഒരുപാടായിരിക്കും ആസ് കമ്പയർഡ് ടു റൂം. നമ്മളൊരു റൂം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓക്യുപ്പൈ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറവായിരിക്കാം. അപ്പോൾ നമ്മൾ വെക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റം ഒരു തിയേറ്ററിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിരിക്കില്ല ഒരു റൂമിലേക്ക് വെക്കുക. കാരണം രണ്ട് സ്ഥലത്തും നമുക്ക് കംഫർട്ട് വേണം, പക്ഷെ രണ്ട് സ്ഥലത്തും
ഒക്കുപ്പൈ ചെയ്യുന്ന ആൾക്കാരുടെ എമൗണ്ട് വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വ്യത്യാസമുണ്ട്. അപ്പം ഇത്തരത്തിൽ നമുക്കൊരു ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി ഉള്ള ഒരു കണ്ടീഷൻ ചെയ്ത എയർ സപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് അറിയണം. ഹ്യൂമൻ ബോഡി ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്തൊക്കെയാണ് എന്നറിയണം. അപ്പോൾ ദ ഹ്യൂമൻ ബോഡി ക്യാൻ ബി വ്യൂഡ് ആസ് എ ഹീറ്റ് എൻജിൻ ഹൂസ് എനർജി ഇൻപുട്ട് ഈസ് ഫുഡ്. നമുക്കറിയാം ഹ്യൂമൻ ബോഡിയും ഒരു IC എൻജിൻ പോലെ ഒരു ഹീറ്റ് എൻജിൻ തന്നെയാണ്. ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് ഉണ്ട്. As with any other heat engine, the human body generates waste heat that must be rejected to the environment if the body is to continue operating. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ നിന്ന് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ലിബറേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മളൊരു അടച്ച് മുറിയിൽ ഇരിക്കുകയാണ്, ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്താൽ ഗ്രാജുവലി ആ റൂം ചൂടാകാൻ തുടങ്ങും. കാരണം നമ്മൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ആ റൂമിലേക്ക് ലിബറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോകാൻ നേരത്ത് നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ആ റൂം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് കയറാൻ നേരത്ത് ആ റൂം ഹീറ്റായിട്ടുള്ള ഫീൽ ചെയ്യും. അതായത് വളരെ ഹോട്ടായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മൂലം നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ആ റൂമിലെ എയറിലേക്ക് സ്പ്രെഡായി. അപ്പോൾ ദ റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ദ ആക്ടിവിറ്റി. അപ്പോൾ എന്തുമാത്രം ഹീറ്റാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക എന്നത് ആ ഹ്യൂമൻ ബോഡി എന്തുമാത്രം ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണം, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴുള്ള ഒരു ഹീറ്റ് ലിബറേഷൻ ആയിരിക്കില്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കേസിലെ ഹീറ്റ് ലിബറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുക, ഒരു റൂമിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ആ റൂമിൽ വലിയ വർക്കൊന്നുമില്ല, ആൾക്കാർ കിടന്നുറങ്ങുന്നു എന്ന കേസാകുമ്പം അവിടെയുള്ള ലോഡ് കുറവായിരിക്കും. ആസ് കമ്പയർ ടു ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് മെഷീനറി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വേണ്ടി ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുമ്പം മെഷീൻ്റെ ഹീറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാകും, ലൈറ്റുകൾ മൂലമുള്ള ഹീറ്റ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഹീറ്റ് സോഴ്സസ് ഉണ്ടാകും. അപ്പോൾ ഈ ഹീറ്റ് സോഴ്സുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അപ്പം അത്തരത്തിൽ ഹ്യൂമൻസ് എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യാൻ നേരത്ത് അവിടെ ഈ ലിബറേറ്റ് ചെയ്യുന്നു, ഹ്യൂമൻ ബോഡിയിൽ നിന്ന് മാത്രമല്ല എക്യുപ്മെൻറ്റ്സിൽ നിന്നൊക്കെ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റുകളെ കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു, ആ റൂമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനകത്തെ ടെമ്പറേച്ചർ ഉയരാനും അത് ഹ്യൂമൻ ഡിസ്കംഫർട്ടിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന കാര്യം ഈ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് ഹ്യൂമൻസിൻ്റെ ആക്ടിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ ഹാർഡായിട്ടുള്ള വർക്കാണ് എങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. ഫോർ ആൻ ആവറേജ് അഡൾട്ട് മെയിൽ ഇറ്റ് ഈസ് അബൌട്ട് 87 വാട്ട് വെൻ സ്ലീപ്പിംഗ്, then 115 watt when resting or doing office work, and 230 watt when bowling, and 440 watt when doing heavy physical work. അപ്പോൾ ഇതൊരു അഡൾട്ടിൻ്റെ കേസാണ്, ഒരു അഡൾട്ട് മെയില്. അപ്പം ആ അഡൾട്ട് മെയിലിനെ സംബന്ധിച്ച് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ കണക്കാണിത്. അപ്പോൾ അതൊരു മെയിലിനെ അഡൾട്ടിനെ ആശ്രയിച്ച് ഈ ഒരു ഹീറ്റാണ്. ഇനി ഇതുപോലെ ചൈൽഡിന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വ്യത്യാസമായിരിക്കും. അതുപോലെ ഓൾഡർ പേഴ്സൺസിനെ സംബന്ധിച്ച് അവർ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ ഫീമെയിൽ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വ്യത്യാസമായിരിക്കും. ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ ഒക്കുപ്പൈ ചെയ്യുന്നതെന്ന് പറയുമ്പം ചൈൽഡ് ഉണ്ടാകും, അഡൾട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരുണ്ടാകും, ലേഡീസ് ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ അവരെല്ലാം ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. The corresponding numbers for an adult female are about 15% less. This difference is due to the body size, not the body temperature. Okay, the deep body temperature of a healthy patient is maintained constant at about
37°C. നമ്മുടെ ബോഡി എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആംബിയൻ്റ് ടെമ്പറേച്ചർ കൂടിയോ അല്ലെങ്കിൽ ആംബിയൻ്റ് ടെമ്പറേച്ചർ കുറയുകയോ ചെയ്താൽ അതനുസരിച്ച് ബോഡിയിലേക്ക് ഹീറ്റ് വരാനുള്ളതും അതുപോലെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ബോഡി എപ്പോഴും ആ ഇന്നർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എനിവേ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എപ്പോഴായാലും ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് പുറത്തെ അറ്റ്മോസ്ഫിയർ നല്ല ചൂടുള്ള അറ്റ്മോസ്ഫിയറാണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ചൂടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് എങ്ങനെയായാലും ഹീറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ കൂടാനും അത് ബോഡിയുടെ ബാലൻസ് തെറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഹീറ്റ് ലിബറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് അതിന് ബോഡി ചെയ്യുന്നത്? ഓൾറെഡി സറൗണ്ടിങ്സ് വളരെ ഹൈ ടെമ്പറേച്ചറിലായതുകൊണ്ട് തന്നെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ഒരിക്കലും റേഡിയേഷൻ വഴി ട്രാവൽ ചെയ്യില്ല. കാരണം സറൗണ്ടിങ്സിൽ നിന്ന് റേഡിയേഷൻ വഴി ബോഡിയിലേക്കേ ഹീറ്റ് വരികയുള്ളൂ. അപ്പം അങ്ങനെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആകാം. അപ്പോൾ ബോഡി എന്താ ചെയ്യുന്നത്? ബോഡി ചെയ്യുന്നത് സ്കിന്നിലെ ഗ്ലാൻഡ്സ് ഓപ്പൺ ആക്കുന്നു, എന്നിട്ട് നമ്മുടെ സ്കിൻ വിയർക്കുമ്പം സ്കിന്നിന് മുകളിൽ മുഴുവൻ വിയർപ്പുകൾ വന്നിരിക്കും. ഈ വിയർപ്പ് വേപ്പർ ഫോമിലേക്ക് മാറും, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോഡിയുടെ ആ സർഫസ് തണുക്കുന്നു. അങ്ങനെ നമ്മൾ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അതായത് ബോഡിയിലേക്ക് വരുന്ന ആ ഹീറ്റിനെ മുഴുവൻ ബോഡി ഇത്തരത്തിൽ ലിബറേറ്റ് ചെയ്ത് ബോഡി എപ്പോഴും ബോഡിയുടെ അകത്ത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇനി സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് സറൗണ്ടിങ് ടെമ്പറേച്ചറിലേക്ക് പോകാം. റേഡിയേഷനും ഉണ്ടാകാം, കൺവെക്ഷനും ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ ഹീറ്റ് ലോസ് ബോഡിക്ക് സംഭവിക്കും. അപ്പോൾ ആ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ എന്ത് ചെയ്യും? ബോഡിയിലെ ആ സ്കിന്നിൻ്റെ സർഫസിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. മീൻസ് ഔട്ടിലേക്ക് ആ ഗ്ലാൻസുകളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറച്ചുകൊണ്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് മാക്സിമം കുറയ്ക്കും. ഇത്തരത്തിൽ ബോഡി സ്വയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ബോഡിയുടെ അകത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിവേ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബോഡി ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ബോഡി ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന കേസിലോ അല്ലെങ്കിൽ ബോഡി ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കുന്ന കേസിൽ ആ ഹീറ്റ് ലിബറേറ്റ് ചെയ്തതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എനിവേ മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കേസിൽ ബോഡി എക്സസ്സായിട്ട് ഹീറ്റ് ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ സമയത്ത് വിയർത്തുകൊണ്ട് ബോഡിയിൽ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്യാം. അപ്പോൾ എയർ കണ്ടീഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കണം. എ ബോഡി വിൽ ഫീൽ കംഫർട്ടബിൾ in environments in which it can dissipate this waste heat comfortably. അപ്പോൾ ഒരു റൂമിൽ ഹ്യൂമൻസ് ഓക്യുപ്പൈ ചെയ്യുന്നു, അവർ എക്സസൈസ് ചെയ്യുകയാണ്, അപ്പോൾ ബോഡി നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ മുഴുവൻ റിമൂവ് ചെയ്തുകൊണ്ട് പോയി എപ്പോഴും അവർക്ക് കംഫർട്ടായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു എയർ കണ്ടീഷനിങ്ങിന് സാധിച്ചാൽ ഹ്യൂമൻ ഫീൽസ് കംഫർട്ട്. അപ്പോൾ അതാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമൻ ബോഡി മെയിൻറ്റെയിൻസ് ഇറ്റ്സ് തെർമൽ ഇക്വിലിബ്രിയം. നമ്മൾ പറഞ്ഞ പോലെ ഹ്യൂമൻ ബോഡി എപ്പോഴും അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ശ്രമിക്കും. അപ്പോൾ അതെങ്ങനെയാണ്? കാരണം നിർത്തുന്നത് നമ്മളെങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ ഹ്യൂമൻ ബോഡി മെയിൻറ്റെയിൻസ് ഇറ്റ്സ് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദ എൻവയോൺമെൻറ്റ് ബൈ മീൻസ് ഓഫ് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ: ഇവാപ്പറേഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ. എപ്പോഴും ഹ്യൂമൻ ബോഡി ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ഹൈയോ ലോയോ അല്ലെങ്കിൽ ആ വേരിയേഷൻ എന്തായാലും അത് ഇന്നർ ബോഡി ടെമ്പറേച്ചറിനെ ബാധിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡിയും അറ്റ്മോസ്ഫിയറുമായിട്ടുണ്ടാകുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ 3 രീതിയിലാണ്: ഇവാപ്പറേഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ.
അപ്പോൾ നമ്മൾ ഈ 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറാണ് ഇനി നോക്കാൻ പോവുക. ദെൻ ദ കംഫർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് പ്രൈമർലി ഓൺ 3 ഫാക്ടേഴ്സ്: ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ മോഷൻ. ഈ 3 കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉദാഹരണം, നമ്മൾ ഒരു റൂമിലിരിക്കുന്നു, ആ റൂമിലെ നേരത്തെ പറഞ്ഞ പോലെ ബൾബ് ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. എങ്ങനെയെങ്കിൽ നമുക്കവിടെ ഒക്കുപ്പ് ചെയ്യാൻ സാധിക്കില്ല, കംഫർട്ട് കിട്ടില്ല. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഹൈ ആണ്, എങ്കിലും കംഫർട്ട് കിട്ടില്ല. എയർ മോഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, എങ്കിലും കംഫർട്ടില്ല. ഇതേ രീതിയിൽ തന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വളരെ താഴ്ന്നാലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ താഴ്ന്നാലോ കംഫർട്ട് കിട്ടില്ല. എയർ മോഷൻ തീരെ താഴ്ന്ന് എയറിന് മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു കേസിലായാലും കംഫർട്ട് കിട്ടില്ല. അപ്പോൾ കംഫർട്ട് കിട്ടുന്ന ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എയർ മൂവ്മെൻറ്റും ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ എ സിയുടെ ചുവട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ എ സിയുടെ അടുത്തിരിക്കുമ്പോൾ ആ എ സിയിൽ നിന്ന് ഒരു ഒപ്റ്റിമം സ്പീഡിലുള്ള, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറൊക്കെയുള്ള ഒരു എയർ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അത് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. മറിച്ച് ആ എയറിന് വളരെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ അത് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഉദാഹരണം, തണുത്ത എയർ ആണ് വരുന്നത്, നല്ല ഹൈ വെലോസിറ്റിയും കൂടി ആകുമ്പോൾ കുറച്ച് കഴിയുമ്പം ഡിസ്കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്, കംഫർട്ടിന് പകരം. അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള എയർ ഹൈ വെലോസിറ്റിയിൽ നമ്മുടെ ഫേസിലേക്ക് ബോഡിയിലേക്ക് വന്ന് അടിക്കുന്ന മൂലവും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എയർ കണ്ടീഷനിങ് സിസ്റ്റം ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടൊരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ മോഷൻ ഉണ്ടാകണം. The dry bulb temperature, most people feel comfortable when the environment temperature is between 22 degrees Celsius and 27 degrees Celsius. അപ്പോൾ ഹ്യൂമൻ കംഫർട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ്. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. Relative humidity is a measure of air's ability to absorb more moisture. High relative humidity slows down heat rejection by evaporation and low relative humidity speeds it up. അതായത് നമ്മുടെ റൂമിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് കയ്യിലും ദേഹത്തൊക്കെ ഒരു ഇഴുക്കൽ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു വെറ്റായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇനി അതെല്ലാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കുറവാണ് എന്ന് കരുതുക. അങ്ങനെയുള്ള കേസിൽ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യും. കാരണം നമ്മുടെ സ്കിന്നിലുള്ള ആ മോയ്സ്ചർ കണ്ടൻറ്റ് അപ്പോൾ എയറിലേക്ക് പോവുകയാണ്. കാരണം എയറിനകത്ത് ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി വേണം. അത് പറയുക 40 to 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് ഒരു കംഫർട്ട് സോണിന് ആവശ്യമായിട്ടുള്ളത്. ദെൻ എയർ മൂവ്മെൻറ്റ്. ഇനി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് കരുതുക. ഇനി വളരെ ഹൈ വെലോസിറ്റിയിലാണ് ഈ കംഫർട്ട് സോണിലേക്ക് വേണ്ടി കണ്ടീഷൻ ചെയ്ത എയർ ഫ്ലോ ചെയ്യുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അതായത് നമുക്ക് കംഫർട്ട് കിട്ടുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പറഞ്ഞു 20 to 27. അപ്പോൾ ഈ റേഞ്ചിലുള്ള, അതുപോലെ തന്നെ ഈ റേഞ്ചിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുമുള്ള എയർ ഹൈ വെലോസിറ്റിയിലാണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തണുപ്പ് ഫീൽ ചെയ്യും. അതായത് നമുക്ക് കംഫർട്ട് കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്നൊരു ടെമ്പറേച്ചർ പോലെ ഫീൽ ചെയ്തെന്ന് വരാം. കാരണം എയർ വെലോസിറ്റി അവിടെ കൂടുതലാണ്. അപ്പോൾ എയർ മോഷൻ എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ആയിരിക്കണം. ഇനി അതല്ല, വളരെ ലോ ആണ് എയർ വെലോസിറ്റി എങ്കിലും അതുപോലെ എന്ത് സംഭവിക്കുന്നു, റൂമിനകത്തെ ആ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് എളുപ്പം റൂമിലേക്ക് സ്പ്രെഡായി റൂമിനകത്തൊരു യൂണിഫോം ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അത് കാരണമാകത്തില്ല. കാരണം എയറിന് മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നാലേ ആ റൂം എളുപ്പം കണ്ടീഷനായി റൂമിലെ എല്ലാ പോർഷനും ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് കിട്ടും. ബട്ട് എയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസുകളുണ്ടാകാം. മീൻസ് റൂമിൻ്റെ ഒരു പാർട്ടിൽ ഹൈ ടെമ്പറേച്ചറും ഒരു പാർട്ടിൽ ലോ ടെമ്പറേച്ചറൊക്കെ വരാനുള്ള കാരണമാകാം. എയർ മോഷൻ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ കംഫർട്ട്.
it removes the warm, moist air that builds up around the body and replaces it with fresh air. Therefore, air motion improves heat rejection by both convection and evaporation. അപ്പോൾ ഈ എയർ മോഷൻ ഉണ്ട് എങ്കിലാണ് ഇപ്പം നമ്മൾ വളരെ എക്സസൈസൊക്കെ ചെയ്ത് വളരെ നമ്മൾ വേർതിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫാനിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും, ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. അതിന് കാരണം എന്താണ്? ബോഡിയിലുള്ള ആ ഒരു ഹീറ്റ് അത് വേർപ്പിലൂടെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫാനാണ്. സോ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതൊരു ഡിസ്കംഫർട്ടിലേക്ക് കാരണമാകുകയും ചെയ്യും. സോ മോസ്റ്റ് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ അറ്റ് ആൻ എയർ സ്പീഡ് ഓഫ് എബൌട്ട് 15 meter per minute. Very high speed air motion causes discomfort instead of comfort. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ കംഫർട്ടിലാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ 3 കാര്യങ്ങൾ: ഇവാപ്പറേഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റ് 3 രീതിയിലാണ് പോവുക: ഇവാപ്പറേഷനിലൂടെയും, റേഡിയേഷനിലൂടെയും, കൺവെക്ഷനിലൂടെയും. ഇപ്പോൾ സറൗണ്ടിങ്സിലെ അറ്റ്മോസ്ഫിയർ വളരെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബോഡിയിലേക്കായിരിക്കും ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് വന്ന് ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ ബോഡിക്ക് സാധിക്കാതെ വന്നാൽ ബോഡിയിലെ ബാലൻസ് തെറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ഇന്നർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ബോഡി ഹീറ്റ് റിജക്റ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം എന്ന രീതിയിൽ എന്തു ചെയ്യും? ബോഡിയുടെ നമ്മുടെ സ്കിന്ന് വേർക്കും. സ്കിന്ന് വേർക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ ബോഡിയുടെ സർഫസിൽ കൂടെ ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്നിലൂടെ ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ബ്ലഡിൽ നിന്ന് ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകണം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ വേപ്പറുണ്ട്. വേപ്പറല്ല, നമ്മുടെ വേർപ്പുണ്ട്. ആ വേർപ്പ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അത് വേപ്പർ ഫോമിലേക്ക് മാറി ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. അങ്ങനെ പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ബോഡിയിൽ നിന്ന് ഹീറ്റ് ലിബറേഷൻ നടക്കുന്നു. കാരണം ബോഡിയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് വേർപ്പ് വേപ്പർ ഫോമിലേക്ക് മാറുക. അപ്പം അത്തരത്തിൽ ബോഡി കൂളാകുന്നു. ബോഡി അതിൻ്റെ ആ ടെമ്പറേച്ചർ, ഇന്നർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി അതോടൊപ്പം തന്നെ കൺവെക്ഷൻ. ഇപ്പോൾ കൺവെക്ഷനിലൂടെ നമ്മുടെ ബോഡിയോട് ചേർന്നിരിക്കുന്ന എയർ, ഇപ്പം നമ്മൾ വേർത്ത് കഴിഞ്ഞ് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ കൺവെക്ഷനിലൂടെ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ഇനി റേഡിയേഷനാണ്. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ വളരെ ഹൈ ആണെങ്കിൽ ബോഡിയിലേക്കാണ് ഹീറ്റ് വരിക റേഡിയേഷനിലൂടെ. ബട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് പോകുന്നില്ല. ബോഡിയിൽ നിന്ന് ഹീറ്റ് പോകാൻ വേണ്ടിയാണ് ഇവാപ്പറേഷനും കൺവെക്ഷനും ഒക്കെ. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കുമ്പോൾ ഇവാപ്പറേഷനിലൂടെയും കൺവെക്ഷനിലൂടെയും ബോഡിയിൽ നിന്ന് ഹീറ്റ് കളയണം. എങ്കിലേ ബോഡിയുടെ ഇന്നർ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ആംബിയൻ ടെമ്പറേച്ചർ വളരെ ലോ ആണെങ്കിൽ ബോഡിയിൽ നിന്ന് ഹീറ്റ് തിരിച്ച് സറൗണ്ടിങ്സിലേക്ക് പോകാം. അപ്പോൾ അത് റേഡിയേഷൻ മുഖേന പോകാം, അതല്ല എങ്കിൽ കൺവെക്ഷൻ മുഖേനയും പോകാം. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സ്കിന്നിൻ്റെ സർഫസിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു. അങ്ങനെ കുറച്ചുകൊണ്ട് ബോഡിയിൽ നിന്ന് മാക്സിമം ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ബോഡി എപ്പോഴും ഒരു ഇന്നർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവാപ്പറേഷനിലൂടെയും റേഡിയേഷനിലൂടെയും കൺവെക്ഷനിലൂടെയൊക്കെയാണ് ബോഡി സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തുക. അപ്പോൾ ഹ്യൂമൻ കംഫർട്ടിന് കാരണമായ മെയിൻ 3 ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്: ഡ്രൈ ബൾബ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ മോഷൻ. ഇനി ഇതുകൂടാതെയുള്ള ഫാക്ടേഴ്സാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ കാണാൻ പോവുക. മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ കംഫർട്ട്. ഓക്കെ, താങ്ക് യു.